വെറും വൃത്തികെട്ട ഒരു ബാത്റൂമുകൾ അവിടെ ഉള്ളതെല്ലാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഇവിടെ ഈ ഒരു നീറ്റുമില്ല, ഒന്നുമില്ല. ഒരു കോടതി സംബന്ധിച്ചതെന്ന് തന്നെ പറയുന്നത് തന്നെ നാണംകേടായത് തിരുവല്ലയ്ക്ക്. സർക്കാർ സ്ഥാപനങ്ങളായതുകൊണ്ട് ഏത് രീതിയിലും പോകാമെന്നുള്ളൊരു ധാരണയുണ്ട്. അത് വെച്ചാണ് ഒരു വീറുമില്ല, വൃത്തിയുമില്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു MLA മാരോ ഒരു MP മാരോ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുമില്ല. തിരുവല്ലയുടെ ഭരണസിരാ കേന്ദ്രമായ റവന്യൂ ടവറിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതുവരെ ഉദ്ഘാടനം ചെയ്ത ലിഫ്റ്റുകൾ പോലും വർക്ക് ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് ഇവിടെ വരുന്ന അഭിഭാഷകരും ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളും ഒക്കെ നമ്മളോട് പ്രതികരിച്ചത്. ഇവിടെ LDF-ഉം UDF-ഉം ഭരിച്ചുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏതാണ്ട് 25-30ഓളം വരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഓടിയെത്തിയാൽ ഇവിടെ വന്ന് ബാത്റൂമിൽ പോകാനോ ആ ഓഫീസിൽ കയറി ചെല്ലാനോ 4ാം നില വരെ പോകാനോ ഒരു സംവിധാനവും ഇല്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. മേഡം, ഇവിടുത്തെ എങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ ഈ ടവറിനകത്തുള്ള? ഇവിടുത്തെ ടവറിൻ്റെ ഒരു ലിഫ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി ഒരു ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. രാവിലെയും വൈകിട്ടും ഭയങ്കര തിരക്കാണ് ലിഫ്റ്റിൽ പോകാൻ. പിന്നെ ഇവിടുത്തെ ബാത്റൂമും ടോയ്ലറ്റുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് പൊതുവിൽ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ പാർക്കിങ് ഭയങ്കര തിരക്ക് സമയമാണ് ഈ 10 മണിക്ക് ശേഷവും 11 മണിക്ക് ശേഷം. ഈ വാഹനങ്ങളൊക്കെ നിരവധി പിടിച്ചവിടെ കാട് കയറി കിടക്കുകയാണല്ലോ. അത് ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പമാണ്, പോരാഴികയാണ്. ഈ പാർക്കിങ് ഭയങ്കര പ്രശ്നം, കൺജസ്റ്റഡ് ആണ്. ഒരു 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഭയങ്കര ബ്ലോക്കാണ്. ഇതൊക്കെ ഒരു പരിസരം എന്ന് വെച്ചാൽ ഇത് ഭരണസിരാ കേന്ദ്രമല്ലേ, ഇവിടെയൊക്കെ ഇത്തിരി വൃത്തിയും ശുദ്ധിയൊക്കെ ആയിട്ട് കാണിച്ചെങ്കിൽ ജനങ്ങളത് പാലിക്കപ്പെടുന്നു. അത് ഉടനെ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാർ ഇവിടെ തിരുവല്ല ഈ ടവറിൽ വരാറുണ്ടോ? ഞാൻ കൂടെ വരാറുള്ള ഒരാളാണ്. അപ്പോൾ താങ്കൾ പോലുള്ളവർക്ക് മുകളിലത്തെ നിലയിൽ പോകാനുള്ള ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അഥവാ അവിടെ നിന്ന് വന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അത്തരം സൗകര്യം വെറും വൃത്തികെട്ട ഒരു ബാത്റൂമുകൾ അവിടെ ഉള്ളതെല്ലാം. ഇത് ഇവിടുത്തെ തിരുവല്ല നഗരസഭ കേന്ദ്ര കാര്യാലയമല്ലേ? 30-30ഓളം സർക്കാർ ഓഫീസുകാർ, ജീവനക്കാർ, ഇവിടുത്തെ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത്? ആന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഇവിടെ ഈ ഒരു നീറ്റുമില്ല, ഒന്നുമില്ല. ഒരു കോടതി സംബന്ധിച്ചതെന്ന് തന്നെ പറയുന്നത് തന്നെ നാണംകേടായത് തിരുവല്ലയ്ക്ക്. കാര്യം എന്ന് വെച്ചാൽ ഈ ഭരണസിരാ കേന്ദ്രങ്ങൾ വൃത്തിയും ശുദ്ധിയോടെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കാണിക്കുമ്പോഴാണല്ലോ ജനങ്ങൾക്കൊരു വിശ്വാസവും അവരുടെ വീട്ടുകളും അവരുടെ ജീവിതശൈലിയൊക്കെ മാറുന്നത്. സർക്കാർ സ്ഥാപനങ്ങളായതുകൊണ്ട് ഏത് രീതിയിലും പോകാമെന്നുള്ളൊരു ധാരണയുണ്ട്. അത് വെച്ചാണ് ഒരു വീറുമില്ല, വൃത്തിയുമില്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു MLA മാരോ ഒരു MP മാരോ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുമില്ല. ജനങ്ങൾ എങ്ങനെയും വന്നു പോകും, എവിടെയും കിടക്കും, എവിടെയും പോകും എന്നുള്ളൊരു അല്ല. കഴിഞ്ഞ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഇത് ഇത്രയും നാൾ LDF UDF എന്നുള്ള സംവിധാനമല്ലാതെ മറ്റൊരു സംവിധാനമില്ല. ഇവർ രണ്ടു കൂട്ടർക്കും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മോഷ്ടിക്കണം, തട്ടിക്കണം, പിടിക്കണം എന്നല്ലാതെ യാതൊരു ചിന്തയുമില്ല. അപ്പോൾ ഇനിയൊരു മാറ്റം ഉണ്ടാവേണ്ട, ഇതിനൊക്കെ മാറ്റം ഉണ്ടാവണം. അപ്പോൾ ആ വോട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഇവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അത്തരം മാറ്റത്തിന് തിരുവല്ലയിൽ തുനിഞ്ഞിട്ടുണ്ടോ? അത് ഉണ്ടാകണം ഇനി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അതിനു വേണ്ടി പ്രയത്നിക്കുമോ, ഒരു മാറ്റത്തിന് വേണ്ടി? തീർച്ചയായും. ഇതേ കണക്ക് ഉള്ള ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ആ ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പ്രവർത്തിക്കേണ്ടവർ ഇനി വരണ്ടേ? ഇതെല്ലാം ഈ വാചകത്തിൽ കൂടെ അല്ലാതെ പ്രവൃത്തിയിൽ ഒരു ഗവൺമെൻറ്റും, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ് പിന്നെ ജനങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും കിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസാന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്തി വോട്ട് മേടിക്കാനല്ലാതെ ഒരു കാര്യം. അപ്പോൾ വിജയിക്കാനുള്ള തന്ത്രം അവരിലുണ്ട്. ആ തന്ത്രം വെച്ച് വീണ്ടും ഭരണത്തിലെത്തുക. ഈ പ്രാവശ്യം അത് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും നാൾ പയറ്റിയ തന്ത്രമൊന്നും ഇനി നടപ്പാകാൻ പോകുന്നില്ല. എന്തായാലും ഒരു മാറ്റത്തിൽ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ട് അവർ തീർപ്പ് കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും. ജനങ്ങളുടെ പ്രതികരണമാണ്, ജനങ്ങളുടെ പ്രതികരിക്കുകയും ജനങ്ങളാണ് അധികാരികൾ. ഈ അധികാരികൾ വോട്ട് ചെയ്തിട്ട് വേണം ഇതിന് മാറ്റം ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും പഴയ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതേ കണക്ക് ദുരിതത്തിലേക്കായിരിക്കും പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ആ മാറ്റം താങ്കൾ പോലുള്ളവർ ഇനി ഇത് ഇവിടെ തിരുവല്ലയിൽ മാറ്റം ഉണ്ടാക്കും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, തിരുവല്ലയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും. പുതിയ ഒരു LDF-ൻ്റെയും UDF-ൻ്റെയും ഒരേ പാർട്ടിക്കാരുടെ MLA തന്നെ 2 പാർട്ടിയിൽ മാറി നിന്നാൽ ഇവിടെ ജയിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഭരണസിരാ കേന്ദ്രമാണ്. അങ്ങേപോലെ പ്രായമായി വരുന്നവരൊക്കെ ഇവിടെ എത്തുമ്പോഴുള്ള സൗകര്യത്തെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഇതെല്ലാം വളരെ പുവർലി മെയിൻറ്റെയിൻഡ്, നാണമാവും. ഇപ്പോൾ തിരുവല്ല പോലൊരു സ്ഥലത്തിന്, ഞാൻ തിരുവല്ലക്കാരനല്ല, എന്നാൽ പോലും ഇത്തരത്തിലൊരു കേന്ദ്രത്തിൽ 33 സർക്കാർ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ ഒരു പ്രതീക്ഷയിലല്ല വന്നത്, കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ്.